ചൈന എന്ന് കേൾക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യം എന്താണ്? തീർച്ചയായിട്ടും ഒന്നാമതായിട്ട് വരുന്ന കാര്യം കൊറോണ എന്ന് പറഞ്ഞ സാധനം തന്നെയാണ്. അതിനുശേഷം രണ്ടാമതായിട്ട് വരുന്നത് അവർ ഈ പട്ടിയെയും പൂച്ചയെയും കണ്ണി കണ്ട എല്ലാത്തിനെയും വലിച്ചു വാരി കഴിക്കുന്ന അവരുടെ ഒരു സ്വഭാവത്തെയാണ്. എന്നാൽ പിന്നീട് അങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ചൈനയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങൾ അടങ്ങുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിൽ വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സൺഡേ ഫണ്ട് എപ്പിസോഡിലൂടെ നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം. ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഷയാണ് ചൈനീസ് എന്ന് പറയുന്നത്. പക്ഷേ ഭയങ്കരമായിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷ കൂടിയാണ് ചൈനീസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ പഠിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു ആപ്പാണ് ഡുവോലിംഗോ എന്ന് പറയുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഫ്രീ ലാംഗ്വേജ് ട്രെയിനിങ് ആപ്പാണ് ഡുവോലിംഗോ എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്ക് ചൈനീസ്, ഇംഗ്ലീഷ്, ഹിന്ദി, സ്പാനിഷ് അങ്ങനെ 30-ലധികം ഭാഷകൾ പഠിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതും ജസ്റ്റ് ഒരു ഗെയിം കളിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇതൊക്കെ പഠിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ഇവരിതിൽ സ്പീക്കിംഗ്, ലിസണിങ്, അതേപോലെ റീഡിങ് എല്ലാ പോർഷൻസും നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തുകൊണ്ടാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. മാത്രമല്ല ഇതിൽ റിമൈൻഡർ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ പഠിക്കാൻ സമയമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നമ്മളെ അറിയിക്കുന്നതായിരിക്കും. ഇത് ഉപയോഗിക്കാനൊക്കെ വളരെയധികം സുഖമാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഭാഷയാണോ പഠിക്കേണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം എത്ര സമയം പഠിക്കണം എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് ലെവലാണ് എന്നുള്ളതിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കളിച്ച് ഓരോ ഭാഷകളും പഠിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വരുന്നത് റെന്റ് എ ബോയ് ഫ്രണ്ട് എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഇതിൽ കേട്ടിട്ടുണ്ട് റെന്റ് എ സ്കൂട്ടർ, റെന്റ് എ ബൈക്ക്, റെന്റ് എ കാർ എന്നൊക്കെ. പക്ഷെ എന്താണ് ഈ റെന്റ് എ ബോയ് ഫ്രണ്ട്? നമുക്ക് ചൈനയിലുള്ള ഷോപ്പിംഗ് മാളുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇത്തരത്തിലുള്ള ബോയ് ഫ്രണ്ടുകളെ നമുക്ക് വാടകയ്ക്ക് എടുക്കാൻ സാധിക്കും. അവർക്ക് നിശ്ചിതമായിട്ടുള്ളൊരു സംഖ്യ നമുക്ക് പേ ചെയ്തിട്ട് അവരെ നമ്മുടെ കൂടെ നമ്മുടെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ വിളിച്ചുകൊണ്ട് പോകുന്ന റെന്റിന് എടുക്കുന്ന ബോയ് ഫ്രണ്ടുമായിട്ട് ഫിസിക്കലി നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനും സാധിക്കില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ഡ്രസ്സ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുക, നമുക്ക് ഫോട്ടോ എടുത്ത് തരാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുക. അതിനും അപ്പുറത്തേക്ക് നമ്മൾ ഒരുപാടധികം സാധനങ്ങൾ മേടിച്ചു കൂട്ടുമ്പോൾ അതൊക്കെ ചുമക്കാൻ ഒരാൾ വേണ്ടേ, അതിന് വേണ്ടിയിട്ടും ഈ ബോയ് ഫ്രണ്ടിനെ നമുക്ക് ഉപയോഗിക്കാം. അവിടെയുള്ള ചില മാളുകളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ തന്നെ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വസ്ത്രമൊക്കെ ധരിപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് ഈ ആളുകളെ നിർത്തിയിട്ടുണ്ടായിരിക്കും. അവരുടെ പ്രൈസും അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു QR കോഡും ഉണ്ടായിരിക്കും. ആ ഒരു ക്യാഷ് നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ അവരെയും കൂട്ടിയിട്ട് നമുക്ക് നേരെ ഷോപ്പിങ്ങിന് പോകുന്നതാണ്. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്നത് കാറ്റ് മേടിക്കുന്ന കാര്യമാണ്. ബോയ് ഫ്രണ്ടിൻ്റെ കാര്യം വളരെയേറെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ബോയ് ഫ്രണ്ടിന് റെന്റിന് എടുക്കുക എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ വളരെയേറെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് കാറ്റ് നമുക്ക് മേടിക്കാൻ സാധിക്കും ചൈനയിൽ എന്നുള്ളൊരു കാര്യം. ചൈനയിലുള്ള പല സ്ഥലങ്ങളിലും, ബെയ്ജിങ് പോലുള്ള പല സ്ഥലങ്ങളിലെയും പൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഏറെയൊക്കെ കാര്യമായിട്ട് തന്നെ പൊല്യൂട്ടഡ് ആയിട്ട് ആ ഒരു പരുവായിട്ടാണ് അവിടെ ഉള്ളത്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു കമ്പനി പുതിയതായിട്ടൊരു ആശയവുമായിട്ട് ചൈനയിൽ മുമ്പോട്ട് വരുന്നത്. കാനഡയിലുള്ള മലനിരകളിൽ നിന്നുള്ള ശുദ്ധമായ വായു അവർ നല്ല അടിപൊളിയായിട്ട് ഓരോ ക്യാനിലാക്കിയിട്ട് ചൈനയിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു ക്യാൻ മേടിക്കുകയാണെങ്കിൽ അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു മാസ്ക് കൂടെ ഉണ്ടായിരിക്കും. നമുക്ക് ഭയങ്കരമായിട്ട് ഈ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ ശ്വസിച്ചിട്ട് ആകെപ്പാടെ ഒരു ശ്വാസമുട്ടൽ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ നേരെ ഈ ഒരു ക്യാനും മാസ്കും കൂടെ നേരെ ഫേസിനോട് ചേർത്ത് വെക്കുക, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക, ചെറുതായിട്ടൊന്ന് സ്പ്രേ അടിക്കുക. ആ ഒരു സമയത്ത് നമുക്ക് കാനഡയിൽ നിന്നുള്ള മനോഹരമായിട്ടുള്ള ശുദ്ധവായു ശ്വസിക്കാൻ സാധിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും വളരെയേറെ വിചിത്രമായിട്ടുള്ള വളരെയേറെ രസകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കാറ്റ് നമുക്ക് അവിടെ മേടിക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം. $1 ഇത്തരത്തിൽ ഓരോ ക്യാനിൻ്റെയും വില വരുന്നത്. അതായത് ഒരു 70-74 രൂപയോളം അതിന് നാട്ടിൽ വില വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ 150 തവണ ഇത്തരത്തിൽ ശുദ്ധവായു അതിലൂടെ നമുക്ക് ശ്വസിക്കാൻ സാധിക്കുന്നതായിരിക്കും. നമ്മുടെ ലിസ്റ്റിൽ നാലാമതായിട്ട് വരുന്നത് ഗൂസുമായി ബന്ധപ്പെട്ട വാത്ത, ഹംസം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ പോലീസുകാർ കൂടുതലായിട്ട് അവരെ കൂടെ കൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതൊക്കെ നായകളെയാണ്. ഡോഗ് സ്ക്വാഡ് ആ ഒരു തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള പോലീസുകാർ നായകളെ തന്നെയാണ് ഇതിനൊക്കെ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ നേരെ ചൈനയിലേക്ക് നോക്കുമ്പോൾ അവിടെയുള്ള ചില സ്ഥലങ്ങളിലുള്ള പോലീസുകാർ നായക്ക് പകരമായിട്ട് വാത്തകളെ അല്ലെങ്കിൽ ഹംസങ്ങളെ അല്ലെങ്കിൽ ഗൂസിനെ ഇത്തരത്തിൽ ഉപയോഗിക്കും.
ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രാത്രി കാലങ്ങളാകുമ്പോൾ ഈ വാത്തകളെ നേരെ പുറത്തേക്ക് തുറന്നു വിടും. രാത്രിയിൽ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഈ ട്രെയിൻ ചെയ്തിട്ടുള്ള വാത്തകൾ നേരെ ചെന്നിട്ട് അവരെ നേരെ കൊത്തി ഓടിക്കും. ഡോഗുകൾ ചെയ്യുന്നതിനേക്കാൾ, നായകൾ ചെയ്യുന്നതിനേക്കാൾ നല്ല രീതിയിൽ തന്നെ ഈ വക കാര്യങ്ങളെല്ലാം ഇവർ നിർവഹിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പക്ഷികളെ അവിടെ പോലീസുകാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലിസ്റ്റിൽ 5ാമതായിട്ട് വരുന്നത് ഗോസ്റ്റ് ടൗൺ ആണ്. അതിന്റെ മലയാളത്തിലേക്കുള്ള എക്സാക്റ്റ് ആയിട്ടുള്ള മീനിങ് നമ്മൾ നോക്കുമ്പോൾ പ്രേത നഗരം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. എന്നാൽ നമ്മൾ നേരെ ചൈനയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലല്ല അവിടെയുള്ള കാര്യങ്ങൾ വരുന്നത്. ചൈനയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ചൈനയിലെ പല സ്ഥലങ്ങളിലേക്കും നമ്മൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ 10ഉം 20ഉം ഒക്കെ നിലയുള്ള വലിയ വലിയ കെട്ടിടങ്ങൾ പൂർണ്ണമായിട്ടും ആളൊഴിഞ്ഞ് കിടക്കുന്നത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. വളരെ നല്ല രീതിയിൽ നീറ്റായിട്ടുള്ള റോഡ് ഉണ്ടായിരിക്കും, ഇലക്ട്രിസിറ്റി ഉണ്ടായിരിക്കും, എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങളും ഉണ്ടായിരിക്കും. എല്ലാം കൊണ്ടും നല്ല വൃത്തിയിൽ കിടക്കുന്ന പല ഫ്ലാറ്റുകളിലും നമ്മൾ നോക്കുമ്പോൾ ആളുകളെ ഉണ്ടായിരിക്കില്ല. ഇത്തരത്തിൽ ഒരുപാട് ഗോസ്റ്റ് ടൗണുകളെ, ആളുകളൊന്നും മേടിക്കാതെ കിടക്കുന്ന ഒരുപാട് അനേകം ഫ്ലാറ്റുകളും മറ്റുമൊക്കെ നമുക്ക് ചൈനയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ 6ാമതായിട്ട് വരുന്നത് പീജിയനുമായി ബന്ധപ്പെട്ട, പ്രാവുകളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അവിടെയുള്ള മിലിറ്ററി ഇന്നും ഒരുപാടധികം പ്രാവുകളെ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വിനോദത്തിന് വേണ്ടിയിട്ടല്ല അവർ ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിൽ ഫ്യൂച്ചറിൽ ഇന്റർനെറ്റ് പോലുള്ള എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെ നിർത്തലായി കഴിഞ്ഞാൽ, എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അതിനൊക്കെ തടസ്സം വന്നു കഴിഞ്ഞാൽ സന്ദേശങ്ങൾ പരസ്പരം കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ പീജിയനുകളെ അല്ലെങ്കിൽ ഈ ഒരു പ്രാവുകളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പഴയ കാലത്ത് ഒരുപാട് അനേകം വർഷങ്ങൾക്ക് മുമ്പ് സന്ദേശങ്ങൾ കൈമാറാനൊക്കെ ഇത്തരത്തിൽ ട്രെയിൻ ചെയ്തെടുത്തിട്ടുള്ള പ്രാവുകളെ തന്നെയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു കണക്കെ തന്നെയാണ് 2011 മുതൽ ചൈനീസ് മിലിറ്ററി അല്ലെങ്കിൽ ചൈനീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ പ്രാവുകളെ വളർത്തി വരുന്നത്. നമ്മുടെ ലിസ്റ്റിൽ 7ാമതായിട്ട് വരുന്നത് ബിക്കിനിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ബീച്ചുകളിലേക്കൊക്കെ ചില്ല് ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകൾ, സ്ത്രീകളൊക്കെ ധരിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു ബിക്കിനി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു കാര്യം നേരെ നമ്മൾ ചൈനയിലേക്ക് നോക്കുമ്പോൾ അവിടെ ബിക്കിനിക്ക് പുറമെ ഫേസിനി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സാധനം കൂടിയുണ്ട്. അവിടുത്തെ ബീച്ചുകളിലൊക്കെ ഈ ഒരു കാര്യം വളരെയേറെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. സംഭവം മറ്റൊന്നല്ല, നമ്മൾ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ടാൻ ആവാൻ, നല്ല രീതിയിൽ തന്നെ ഫേസൊക്കെ കറുത്തു പോകാൻ, കരിവാളിക്കാനുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതലാണ്. പക്ഷേ ഒരാൾക്ക് ബീച്ചിൽ പോയിട്ട് ചില്ല് ചെയ്യും വേണം, പക്ഷേ എന്നാൽ ഇത്തരത്തിൽ കരിവാളിക്കുക അല്ലെങ്കിൽ ടാൻ ആവുക അങ്ങനത്തെ പരിപാടികളൊന്നും അയാൾക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് ഈ ഫേസിനി എന്ന് പറയുന്നത്. ഈ ഒരു ഫേസിനിയുടെ കാര്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കണ്ണിൻ്റെ സ്ഥാനത്ത് ഒരു ഓട്ടം ഉണ്ടായിരിക്കും, മൂക്കിൻ്റെ സ്ഥാനത്ത്, വായുടെ സ്ഥാനത്തൊക്കെ ചെറിയ ഹോളുകൾ ഉണ്ടായിരിക്കും. അതിനപ്പുറത്തേക്ക് ബാക്കി നമ്മുടെ ഫേസ് മുഴുവൻ കവർ ചെയ്തിട്ടുള്ള നിലയ്ക്കുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള വസ്ത്രം എന്നൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ഒരു മാസ്ക് എന്നൊക്കെ വേണമെങ്കിൽ ഈ ഒരു ഫേസിനിയെ നമുക്ക് വിളിക്കാവുന്നതാണ്. അത് അവിടെ വളരെ വലിയ രീതിയിൽ തന്നെ ബീച്ചുകളിൽ ആളുകൾ ഇന്ന് ഉപയോഗിച്ച് വരുന്നുണ്ട്. നമ്മളത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു വിചിത്രമായിട്ട് തീർച്ചയായിട്ടും അത് നമുക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ 8ാമതായിട്ട് വരുന്നത് കൂറകളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പല സ്ത്രീകളുടെയും ഒരു വലിയ പേടി സ്വപ്നം തന്നെയാണ് ഈ ഒരു കൂറ അല്ലെങ്കിൽ കോക്രോച്ച് എന്നൊക്കെ പറയുന്ന ഈ ഒരു സാധനം. പക്ഷെ ഈ ഒരു കാര്യം നേരെ നമ്മൾ ചൈനയിലേക്ക് നോക്കുമ്പോൾ ഓൾറെഡി അവർ ഈ ഒരു കൂറനെ നല്ല അടിപൊളിയായിട്ട് പൊരിച്ച് വറുത്തെടുത്ത് കഴിക്കുന്നുണ്ട്. അതല്ലാതെ തന്നെ അവിടെയുള്ള ഓരോ വില്ലേജുകളിലും ഓരോ ഗ്രാമപ്രദേശങ്ങളിലും അവർ സെപ്പറേറ്റ് ആയിട്ട് കൂറകളെ വളർത്തിയെടുക്കുന്നുണ്ട്. അതിൻ്റെ പുറകിൽ അതിൻ്റെതായിട്ടുള്ള ഒരു കാരണം കൂടിയുണ്ട്. നമ്മൾ പുരാതനമായിട്ടുള്ള ചൈനീസ് മെഡിസിൻസിലേക്ക്, ചൈനീസ് മരുന്നുകളിലേക്കൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൂട്ടാണ് ഈ കൂറ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെയേറെ ഇമ്പോർട്ടൻസോട് കൂടി തന്നെയാണ് അവർ കൂറകളെ കണ്ടുവരുന്നത്. മാത്രമല്ല, ഇന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈനയിലുള്ള ഹെൽത്ത് പ്രൊഡക്ട്സിലൊക്കെ ഇത്തരത്തിൽ കൂറകളെ നമുക്ക് കാണാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ കൂറകൾ അതിൽ ഉപയോഗിച്ചത് നമുക്ക് കാണാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നിങ്ങൾ ചൈനയിൽ പോയിട്ടൊക്കെ ടൂത്ത് പേസ്റ്റ് നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ ഒരു കൂറയുടെ അല്ലെങ്കിൽ ഒരു കോക്രോച്ചിൻ്റെതായിട്ടുള്ള ഒരു ചൊയ അല്ലെങ്കിൽ ഒരു സ്മെല്ലൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം അതിൽ കൂറ ചേർത്തിട്ടുണ്ട് എന്ന്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ വളരെയേറെ ഇമ്പോർട്ടൻസോട് കൂടി അവർ ഈ ഒരു കോക്രോച്ചിനെ അല്ലെങ്കിൽ കൂറകളെ കണ്ടുവരുന്നുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ 9ാമതായിട്ട് വരുന്നത് സ്ഥലം മേടിക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ കയ്യിൽ ഒരുപാടധികം പണമുണ്ട്, നിങ്ങൾക്ക് നേരെ ചൈനയിൽ പോയിട്ട് കുറച്ച് സ്ഥലം മേടിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് സ്വപ്നങ്ങളിൽ മാത്രം അവശേഷിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ചൈനയിലുള്ള മുഴുവൻ നിലവും ഗവൺമെൻറ്റിൻ്റേത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്കും ചൈനയിലുള്ള ഒരു സ്ഥലം പോലും മേടിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ അർബൻ ഏരിയകളിലൊക്കെ നമുക്ക് മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ പോലും അവിടെയൊന്നും ഇത്തരത്തിൽ നമുക്ക് ഭൂമി മേടിക്കാൻ സാധിക്കില്ല. അതിന് പകരമായിട്ട് നമുക്ക് ഗവൺമെൻറ്റുമായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കാം ഒരു 60-70 വർഷത്തേക്ക്. എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള പണം നൽകിയിട്ട് ആ ഒരു സ്ഥലത്ത്
അകത്ത് നമുക്ക് വീടോ മറ്റോ എന്തൊക്കെ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് വെച്ചിട്ട് അവിടെ താമസിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മളൊരു വീഡിയോ ഇഷ്ടം വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പുറമേ നിന്ന് നോക്കുന്ന പോലെയല്ല, അകത്തേക്ക് നമ്മൾ ഇറങ്ങി നോക്കുമ്പോൾ, അതിനിപ്പോൾ ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഇതുപോലുള്ള പലതരത്തിലുള്ള വിചിത്രമായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഇന്ത്യക്കകത്തുമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ ഏതാണ് നിങ്ങൾക്ക് വളരെയേറെ കൗതുകകരമായിട്ട് തോന്നിയത്, വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴ്ന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ ബൈ.